ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് SIT. നിർണായക നീക്കമാണ് SITയുടെ ഭാഗത്തുനിന്നും ഇന്ന് ഉണ്ടായത്. രഹസ്യ കേന്ദ്രത്തിലെത്തിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത്. അറസ്റ്റിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു എന്നാണ് വിവരം. അതേസമയം SP S ശശിധരന്റെ നേതൃത്വത്തിൽ സന്നിധാനത്തും പരിശോധന നടത്തുകയാണ്. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് ചേരുന്നു. ഒപ്പം AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം മനീഷിലേക്ക്. മനീഷ്, ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അത് എന്തൊക്കെയാണ്? ഒപ്പം തന്നെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരവും കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നു. വിശദാംശങ്ങൾ. പ്രജിൻ, അന്വേഷണ സംഘത്തെ ഹൈക്കോടതി നിയോഗിച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തു എന്ന വിവരം പുറത്തുവരുന്നത്. അനൗദ്യോഗികമായിട്ടുള്ള കസ്റ്റഡി ആയതുകൊണ്ട് തന്നെ ഇനി കസ്റ്റഡിയിലെടുത്താൽ തന്നെ 24 മണിക്കൂർ സമയമുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയാലും 24 മണിക്കൂർ സമയം അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിലെ മുഖ്യ സൂത്രധാരനാണ്, ഒന്നാം പ്രതിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചുള്ള ഏറെക്കുറെ തെളിവുകളൊക്കെ തന്നെ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ സംസ്ഥാനത്തിന് പുറത്ത് ബംഗളൂരുവിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും ശേഖരിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇതിൽ മുഖ്യ കണ്ണിയായിട്ടുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചിട്ടുള്ള, ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ള, ഇതിന്റെ ആസൂത്രണത്തിന്റെ പിന്നാമ്പുറത്തുള്ള സർക്കാരുമായി ബന്ധപ്പെട്ട, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട, സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട ആരൊക്കെ ഇതിന്റെ അണിയറയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിന് ഉള്ള വ്യക്തത വരുത്തണം. ഒപ്പം തന്നെ അതിൽ ഉള്ള തെളിവ് ശേഖരണം നടത്തണം. അതൊക്കെ ഏറ്റവും നിർണായകമാണ് ഈ കേസിൽ. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം വളരെ സങ്കീർണമാണ്. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട്. നിലവിൽ പേരൂർക്കടയിലെ ADGPയുടെ ആസ്ഥാനത്തിലേക്ക് ADGP വെങ്കടേഷ് എത്തിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ, അതായത് ഉച്ചയോടുകൂടി തന്നെ പേരൂർക്കടയിലെ ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ ADGPയുടെ ഓഫീസിലേക്ക് എത്തിച്ചിരുന്നു എന്ന വിവരം ലഭ്യമായിരുന്നു. പക്ഷേ പിന്നീട് ഇവിടെ നിന്ന് മാറ്റിയോ അല്ലെങ്കിൽ ഇവിടെ തന്നെ തുടരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. നേരത്തെയൊക്കെ തന്നെ ഇത്തരം കേസുകളിൽ ഒഫീഷ്യൽ സ്ഥലത്ത് ഈ കസ്റ്റഡി ഇൻട്രോഗേഷൻ നടത്താറില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാകാം ചോദ്യം ചെയ്യൽ എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനോടകം തന്നെ നൽകിയിട്ടുള്ള മൊഴികളിലൊക്കെ തന്നെ വലിയ വൈരുദ്ധ്യം അന്വേഷണ സംഘം കണ്ടെത്തി. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. നേരത്തെ ദേവസ്വം വിജിലൻസിന് കൊടുത്തിരുന്ന മൊഴിയിലൊക്കെ തന്നെ 2019 ഒക്കെ തന്നെ കാര്യങ്ങളിൽ വ്യക്തമായ കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പറഞ്ഞത് തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിന് മുന്നിൽ, അതായത് ദേവസ്വം വിജിലൻസിന് മുൻപിൽ നൽകിയിരുന്നത്. അതേ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കലുള്ള തെളിവ്, ആ തെളിവ് കൈവശം വെച്ചുകൊണ്ടും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എതിരായ മൊഴികൾ വെച്ചുകൊണ്ടുള്ള ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിലവിൽ അന്വേഷണ സംഘം സമീപിച്ചത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പല വൈരുദ്ധ്യങ്ങളിൽ നേരത്തെ നൽകിയ മൊഴിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി കേസിൽ സ്വാഭാവികമായും ഇതിന്റെ സൂത്രധാരനാണ്. ഇതിൽ വലിയ കള്ളത്തരം കാണിച്ച ആളാണ്. അത് മോഷ്ടാവ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നിലയിൽ സസ്പെൻഷനുള്ള ഉദ്യോഗസ്ഥരടക്കം, വിരമിച്ച നടപടി നേരിടാൻ പോകുന്ന ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുമായി എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധം? 2019 ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി അത് സ്മാർട്ട് ക്രിയേഷൻസിന് കൈമാറുന്ന സമയത്ത് അത് ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തുമ്പോൾ മുരാരി ബാബു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശ്രീകുമാർ അടക്കമുള്ള ആളുകൾക്ക് എന്താണ് ബന്ധം? ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട കൃത്യമായ ബന്ധം എന്താണ്? ഒപ്പം തന്നെ കഴിഞ്ഞ ഒരാഴ്ച സമയം ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയൊക്കെ പോയിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ ഇതുവരെയും പരിശോധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാങ്കേതിക വിദഗ്ധരടക്കം ഈ ടീമിലുണ്ട്. ഈ സൈബർ വിദഗ്ധരും സാങ്കേതിക വിദഗ്ധരും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ, ഒപ്പം തന്നെ 2005 ശേഷമാണ് ശബരിമലയിൽ ഡിജിറ്റലൈസേഷൻ വരുന്നത്. 1998 വിജയമല്ല 30 കിലോഗ്രാം സ്വർണം അവിടെ പൊതിയുന്നതിന് ശേഷം 2005 ശേഷം എന്തൊക്കെ തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമോ, പരിശോധിക്കാൻ കഴിയുമോ, അതുകൊണ്ട് തന്നെയാണ് ശബരിമലയിൽ സമാന്തരമായി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ SP ശശിധരൻ അത്തരം കാര്യങ്ങൾ അവിടെ പരിശോധിച്ചു വരുന്നത്. ഒപ്പം തന്നെ സമാന്തരമായി ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കൂടി നീങ്ങുന്നത്. പ്രജിൻ, മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്. ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് പോകുന്നു. അവിടെ AV ജയശങ്കർ തയ്യാറായി നിൽക്കുന്നുണ്ട്. ജയശങ്കർ, ഒരു ഭാഗത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT സംഘം ഒരു രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. മറുഭാഗത്ത് അതേ സമയം തന്നെ ഇപ്പോൾ മനീഷ് സൂചിപ്പിച്ചതുപോലെ സന്നിധാനത്ത് SP S ശശിധരൻ ടീം എത്തിയിട്ടുണ്ട്. അവരുടെ രേഖകൾ പരിശോധിക്കുന്നു. അതായത് ഒരേ സമയത്ത് തന്നെ ചോദ്യം ചെയ്യുന്നു. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് പറയുന്നു, കാര്യങ്ങൾ അത് ശരിയാണോ എന്ന് രേഖകളിൽ പരിശോധിക്കുന്നു. അതിലെന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടെങ്കിൽ അവിടെ അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത തെളിയും. ഇതാണ് ടീമിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ അതാണ് നീക്കം എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? അതെ,
അതായത് പ്രജിൻ സന്നിധാനത്ത് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പരിശോധന തുടരുകയാണ്. ഈ ദേവസ്വം വിജിലൻസ് സന്നിധാനത്ത് നിന്ന് നിരവധി രേഖകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുക്കുകയും അനുമാനങ്ങളിലെത്തുകയും ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും തരത്തിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തിരിമറികൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് ഈ SIT സംഘം നിലവിൽ പരിശോധിക്കുന്നത്. അതിന് തന്നെയാണ് SP ശശിധരൻ സന്നിധാനത്ത് എത്തുകയും ചെയ്തത്. ഇതിനൊപ്പം തന്നെ അവിടുത്തെ ചില ജീവനക്കാരിൽ നിന്ന്, ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ വിവരശേഖരണവും ഈ SIT സംഘം നിലവിൽ നടത്തുന്നുണ്ട്. ഉച്ചയോടുകൂടിയാണ് SP ശശിധരനും സംഘവും സന്നിധാനത്തേക്ക് എത്തിയത്. അതിനുശേഷം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിലെത്തുകയും അവിടുത്തെ രേഖകൾ വിശദമായി പരിശോധിക്കുകയും ചില നിർണായക രേഖകൾ ഈ സ്വർണ്ണ കടത്തുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി വന്നതുമൊക്കെയായി ബന്ധപ്പെട്ട SIT സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രേഖകളുമായി ഈ SP ശശിധരൻ സന്നിധാനത്ത് നിന്ന് പമ്പയിലേക്ക് ഇറങ്ങുന്ന മുറയ്ക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് നിലവിൽ രേഖപ്പെടുത്താനാണ് ഉദ്യോഗസ്ഥരുടെ ഒരു ആലോചന. അത്തരത്തിൽ അദ്ദേഹം വൈകിട്ടോടുകൂടി തന്നെ പമ്പയിലേക്ക് ഇറങ്ങുമെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രാത്രിയോടെ രേഖപ്പെടുത്തി അദ്ദേഹത്തെ പത്തനംതിട്ടയിൽ കൊണ്ടുവരും. അടൂർ ക്യാമ്പിലോ ഇല്ലെങ്കിൽ ഈ SIT സംഘത്തിന് പത്തനംതിട്ടയിൽ ക്രമീകരിച്ച ക്യാമ്പ് ഓഫീസിലോ എത്തിച്ച് 24 മണിക്കൂർ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്ത് കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ നിന്ന് ഈ ഹൈക്കോടതി ഉൾപ്പെടെ ഇടപെട്ട ഒരു സുപ്രധാന കേസായതിനാൽ തന്നെ അന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങാനാണ് SITയുടെ തീരുമാനം. ഈ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ക്യാമ്പ് ഓഫീസിൽ കൊണ്ടുവന്നായിരിക്കും പിന്നീടുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. ഈ SITയുടെ SP ശശിധരൻ സന്നിധാനത്ത് നിന്ന് ഇറങ്ങുന്ന മുറയ്ക്ക് അദ്ദേഹത്തിന് പത്തനംതിട്ടയിൽ എത്താനുള്ള സമയക്രമം അനുസരിച്ചായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എന്തായാലും കടക്കുക. കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ SIT സംഘത്തിന് ഇനിയും ചോദ്യം ചെയ്യാനുണ്ട്, തൊണ്ടി മുതൽ കണ്ടെത്താനുണ്ട്. ഈ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ ഉൾപ്പെടെ പരിശോധിക്കാനുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ അതിവേഗത്തിൽ SIT തുടരുകയാണ്. അറസ്റ്റ് ഉണ്ടാകാനുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത അത് കൂടുന്നു എന്നാണ് ഈ മണിക്കൂറിലെ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. AV ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.